it's Stacy Doodle and welcome back to my channel. As a part of my room makeover, ഞാൻ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. Pinterest-ലൊക്കെ നിങ്ങൾ ഈ ഒരു കൈൻഡ് ഓഫ് പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Today we are gonna make a hanging plant. So first നമുക്ക് പ്ലാന്റിന്റെ പോട്ട് ഉണ്ടാക്കണം. ഞാൻ Pinterest-ലൊക്കെ പ്ലാന്റ് പോത്തോസ് എന്നാണ് കണ്ടത്. എനിക്കറിയില്ല കറക്റ്റ് എന്താണെന്ന്. സോ അതിന് നമ്മൾ ഫസ്റ്റ് മാജിക് റിംഗ് ഫോം ചെയ്യുക. ദെൻ നമ്മളൊരു 9 സിംഗിൾ ക്രോഷേ ചെയ്യുക. Then നമ്മൾ ആ മാജിക് റിംഗ് ക്ലോസ് ചെയ്യുക ആൻഡ് മേക്ക് എ സ്ലിറ്റ് സ്റ്റിച്ച്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു റൗണ്ട് 1. അതിന് ഫസ്റ്റ് നമ്മൾ ചെയിൻ 3 ഉണ്ടാക്കുക. അതിനുശേഷം ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്യണം. അങ്ങനെ മൊത്തം 18 ഡബിൾ ക്രോഷേ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് ഞാനിവിടെ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് ഐ ആം യൂസ്ഡ് വിത്ത് ഇറ്റ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് യൂസ്ഡ് വിത്ത് ക്രോഷേ ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി യൂസ് എ സ്റ്റിച്ച് മാർക്കർ. അല്ലാത്ത വശം നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷനായി പോകും. After completing all the 18 double crochet നമ്മൾ ഇതിനെ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. Now we are going to round 2. അതിന് നമ്മൾ ഫസ്റ്റ് ചെയിൻ 3 ഉണ്ടാക്കുക. Then repeat the previous step. നമ്മൾ എന്താണോ നേരത്തെ ചെയ്തത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ വീതം ചെയ്യണം.
Then make a slit stitch and complete the round 2. Coming to the round 3, ഇതിൽ നമ്മൾ ആദ്യം ചെയിൻ 3 ചെയ്യാൻ ശേഷം ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. Then make a slit stitch and complete the round 3. സോ ഇപ്പം നമുക്ക് ഏകദേശം ഒരു പാത്രം പോലെ കണക്ക് കിട്ടിയില്ലേ. ഇനി നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ പോട്ടിന് ഹാങ്ങിങ്സ് ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ താഴേക്കൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ യാൺ വലിച്ചെടുക്കുക. ആൻഡ് ആ ചെറിയ ലെങ്ത്തുള്ള യാൺ ഒരിക്കലും കട്ട് ചെയ്ത് കളയരുത്, ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. ആൻഡ് ബാക്കി യാണിൽ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ ഹാങ്ങിങ്സ് വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സോയിൽ ചെയ്യണം. അത് ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ 2 റൗണ്ടിൽ ഏത് സ്റ്റെപ്പാണോ ഫോളോ ചെയ്ത് ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇതിലും ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലീവ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ സിംഗിൾ നോട്ട് ചെയ്തതിന് ശേഷം ചെയിൻ 8 ആണ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ യാൺ ഓവർ ചെയ്ത് സെക്കൻഡ് സ്റ്റിച്ചിലൂടെ യാൺ പുൾ ഓവർ ചെയ്തിട്ട് ഫസ്റ്റത്തെ 2 ലൂപ്പിലൂടെ വേണം യാൺ പുൾ ഓവർ ചെയ്യാൻ. അപ്പോൾ നമുക്കിതുപോലെ 2 ലൂപ്സ് കിട്ടും. അഗെയിൻ യാൺ ഓവർ ചെയ്ത് സെക്കൻഡ് സ്റ്റിച്ചിലൂടെ പുൾ ഓവർ ചെയ്ത് ഫസ്റ്റത്തെ 2 ലൂപ്പിലൂടെ യാൺ പുൾ ഓവർ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ 3 ലൂപ്സ് കിട്ടും. അഗെയിൻ ദി സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് യാൺ നമ്മൾ 2 ലൂപ്പിലൂടെ പുൾ ഓവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ 4 ലൂപ്സാണ് കിട്ടുന്നത്. ദെൻ നമ്മൾ ഈ 4 ലൂപ്പിലൂടെയും യാൺ പുൾ ഓവർ ചെയ്തെടുക്കുക. ദെൻ ചെയിൻ 2 ക്രിയേറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ആ സെയിം സ്റ്റിച്ചിലൂടെ തന്നെ നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം. ആൻഡ് ദെൻ മേക്ക് എ ചെയിൻ 4 ആൻഡ് നൗ യു ക്യാൻ സീ യുവർ ഫസ്റ്റ് സ്ലീവ് ഈസ് റെഡി. ഇനി അങ്ങോട്ട് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഫോളോ ചെയ്താൽ മതി. എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലീഫ് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ഇത്രയും ലീഫ് വൈൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു ലീഫും പോട്ടും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കളർ ചെയ്യാനുണ്ട്. ഞാൻ അത് വെച്ചാണ് സ്റ്റഫ് ചെയ്യുന്നത്. ആൻഡ് നൗ ദ ഹാങ്ങിങ് പ്ലാന്റ് ഈസ് റെഡി.